സങ്കീർത്തനങ്ങൾ അദ്ധ്യായം 38. നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവേ, കോപത്തോടെ എന്നെ ശാസിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കുകയുമരുതേ. എന്തെന്നാൽ നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറഞ്ഞിരിക്കുന്നു, നിന്റെ തൃക്കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. നിന്റെ കോപം നിമിത്തം എൻ്റെ ശരീരത്തിന് സമാധാനമില്ല. എൻ്റെ പാപങ്ങൾ നിമിത്തം എൻ്റെ അസ്ഥികൾക്ക് സ്വസ്ഥതയില്ല. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ കടന്നിരിക്കുന്നു. ഭാരമേറിയ ചുമട് പോലെ അവ എനിക്ക് ഭാരമായിരിക്കുന്നു. എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറി. എൻ്റെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ഏറ്റവും പരിഭ്രമിച്ചു. ഞാൻ പ്രതിദിനം ദുഃഖത്തോടെ നടന്നു, എന്തെന്നാൽ എൻ്റെ മുഴങ്കാലുകൾ വിറച്ചു. എൻ്റെ ദേഹത്തിന് സൗഖ്യമില്ല. ഞാൻ എത്രയും പരിഭ്രമിച്ചു വലഞ്ഞു. മനോവേദന നിമിത്തം ഞാൻ നെടുവീർപ്പിട്ടു. കർത്താവേ, എൻ്റെ ആഗ്രഹമൊക്കെ തിരുസന്നിധിയിലിരിക്കുന്നു. എൻ്റെ നെടുവീർപ്പുകൾ നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. എൻ്റെ ഹൃദയം പരിഭ്രമിച്ചു, എൻ്റെ ശക്തി എന്നിൽ നിന്ന് വിട്ടുമാറി. എൻ്റെ കണ്ണുകളുടെ കാഴ്ച എങ്കൽ ഇല്ലാതായി. എൻ്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എൻ്റെ വേദനയ്ക്കെതിരായി നിന്നു. എൻ്റെ ചാർച്ചക്കാർ അകലെ നിന്നു. എൻ്റെ പ്രാണനെ അന്വേഷിക്കുകയും എനിക്ക് ദോഷം ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ, എന്നെ പിടികൂടിയവർ ദുഷ്ടതയും വഞ്ചനയും സംസാരിച്ചു, നിത്യവും ദുരാലോചന ചെയ്തു. ഞാൻ ചെകിടൻ എന്ന പോലെ ശ്രവിക്കാതെയും ഊമനെന്ന പോലെ വായ് തുറക്കാതെയും ഇരുന്നു. ഞാൻ ശ്രവിക്കാത്തവനും വായ്കൊണ്ട് ശ്വാസിക്കാത്തവനുമായ മനുഷ്യനെ പോലെയും ഇരുന്നു. എന്തെന്നാൽ കർത്താവേ, ഞാൻ നിനക്കായി കാത്തിരുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നീ എന്നോട് ഉത്തരം അരുളുകയും ചെയ്തു. എൻ്റെ കാലുകൾ ഇളകുമ്പോൾ അവർ എന്നെ പ്രതി സന്തോഷിക്കാതെയും എനിക്ക് വിരോധമായി നിഗളിക്കാതെയും ഇരിക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. എന്തെന്നാൽ ഞാൻ കഷ്ടതയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നു. എൻ്റെ വേദന എപ്പോഴും എൻ്റെ മുമ്പാകെയിരിക്കുന്നു. ഞാൻ എൻ്റെ അകൃത്യങ്ങളെ നിന്നോടറിയിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് ഞാൻ വെടിപ്പുള്ളവനായി തീരുകയും ചെയ്യും. എൻ്റെ ശത്രുക്കൾ ശക്തരായി എന്നെ നോക്കിക്കണ്ടു. അന്യായമായി എന്നെ ദേഷിക്കുന്നവർ വർദ്ധിച്ചിരിക്കുന്നു. അവർ എന്നോട് നന്മയ്ക്ക് തിന്മ പകരം ചെയ്തു. ഞാൻ നന്മ അന്വേഷിച്ചതുകൊണ്ട് അവർ എനിക്ക് വിരോധികളായിരുന്നു. എൻ്റെ ദൈവമായ കർത്താവേ, നീ എന്നെ കൈവിടരുതേ. നീ എന്നിൽ നിന്ന് അകന്നിരിക്കുകയും അരുതേ. എന്നാലോ നീ എൻ്റെ സഹായത്തിനായിട്ട് കാത്തിരുന്നു. എന്നെ രക്ഷിക്കണമേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ